ബഹുമാനായ മുഖ്യമന്ത്രി തലേദിവസോടെ വന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുന്നത്, നുണപ്രചരണം നടത്തുക. ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കയറി വരുന്നത് 9:30-9:45. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് എന്നോടാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡ്രസ്സ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഇപ്പുറത്തെ മുറി വന്ന് ഞങ്ങളെല്ലാം ഇരുന്ന മുറിക്കകത്ത് വെള്ളാപ്പള്ളി നടേശൻ സാർ വിട്ടു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. ഒരുമിച്ച് മുറ്റത്തോട്ടിറങ്ങി ഡോറ് തുറന്നു. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ അദ്ദേഹം കയറി. എവിടുന്ന 50 മീറ്റർ അല്ലെ 100 മീറ്റർ തൊട്ടപ്പുറത്ത്. അപ്പോൾ 2 വണ്ടിയുടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം തൊട്ടപ്പുറത്ത് ഒരു കയറ്റം കയറി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ പ്രായമുള്ള മനുഷ്യരായിരിക്കുമല്ലോ, കയറ്റം കയറേണ്ട ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയെല്ലാം അങ്ങോട്ട് കയറി. അതിനെന്താ തെറ്റ്? മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ സാറോ സുകുമാരൻ നായർ സാറോ ഏതെങ്കിലും ഒരു ബിഷപ്പോ കയറിയാൽ കേരളത്തിൽ എന്താ രാഷ്ട്രീയ എന്താ വലിയ പൊട്ടിത്തെറിയുണ്ടാവും? അത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇതിനാണ് വേറൊരു വിധത്തിൽ വളച്ചൊടിക്കുന്നത്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മതനിരപേക്ഷ ബോധത്തെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത RSSന്റെ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായി കേരളത്തിൽ പ്രതികരിക്കുന്ന ആളല്ലേ അദ്ദേഹം. അതേപോലെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്.